ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ച പൊളിക്കാൻ ഇസ്രയേൽ സമ്മർദ്ദ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകൾ. മസ്കറ്റ് ചർച്ചയ്ക്ക് പിന്നാലെ അടുത്ത ആഴ്ച തുടർ ചർച്ചയ്ക്ക് അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിതമായ ഇടപെടലുകൾ. ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച ഒതുങ്ങുന്നത് തങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമാകില്ല എന്നാണ് ഇസ്രയേലിന്റെ വാദം. അക്കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തിരക്കിട്ട അമേരിക്കൻ സന്ദർശനം. ബുധനാഴ്ച വൈകിട്ട് വൈറ്റ് ഹൌസിൽ ട്രംപുമായി നെതന്യാഹു ചർച്ച നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രയേൽ വ്യോമസേന മേധാവിയും നെതന്യാഹുവിനെ അനുഗമിക്കും. ഇന്ന് വൈകിട്ട് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭയുടെ അടിയന്തര യോഗവും ചേരും. ഇറാനുമായുള്ള അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നെതന്യാഹു അനുമതി തേടുകയായിരുന്നു. ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുക, ബലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തുക, ഹൂതികൾക്കുൾപ്പെടെ നൽകുന്ന സഹായം നിർത്തുക എന്നീ 3 ഉപാധികൾ ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ സൈനിക നടപടി വേണമെന്ന ആവശ്യമാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുക. എന്നാൽ ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഖത്തറിൽ പ്രതികരിച്ചിരുന്നു. US-ഉമായുള്ള അടുത്ത ചർച്ചാ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും പ്രത്യക്ഷ ചർച്ചയ്ക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ മസ്കറ്റ് ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധാനം ചെയ്ത പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, വൈറ്റ് ഹൌസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജരദ് കുഷ്നർ എന്നിവർ ഇന്നലെ ഗൾഫിൽ നങ്കൂരമിട്ട എബ്രഹാം ലിങ്കൺ പടക്കപ്പൽ സന്ദർശിച്ചു. US സെൻട്രൽ കമാൻഡ് മേധാവികളും അനുഗമിച്ചു. ഇറാനുമേൽ സൈനിക സമ്മർദ്ദം തുടരുന്നതിനു പുറമെ ഉപരോധ നടപടികളും ശക്തമാക്കാനാണ് US-ന്റെ തീരുമാനം. അതേസമയം US തങ്ങളെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സൈനിക ബേസുകളെ തിരിച്ചടി നൽകുമെന്ന് അബ്ബാസ് അറാഗ്ചി മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US ആക്രമണം ഒഴിവാക്കാനായി വെള്ളിയാഴ്ച മസ്കറ്റിൽ നടന്ന പരോക്ഷ ആണവ ചർച്ചയിൽ അറാഗ്ചി പങ്കെടുത്തിരുന്നു. ചർച്ച അനുകൂല പാതയിലാണെന്ന് അറിയിച്ച അദ്ദേഹം തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം സംഘർഷത്തിന്റെ പ്രധാന വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സമവായത്തിൽ ഇതുവരെയും എത്തിയിട്ടില്ല. അമേരിക്കയുമായി ആണവ കരാറിൽ ഏർപ്പെടാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇറാൻ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനെക്കുറിച്ച് വളരെ നല്ല ചർച്ചകൾ നടന്നു. ഇറാൻ ഒരു കരാറിനായി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുതിയ കരാർ കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായിരിക്കും. ഒരു വലിയ കപ്പൽപ്പട ഇറാന്റെ ദിശയിലേക്ക് പോകുന്നുണ്ട്. അത് ഉടൻ അവിടെ എത്തും. അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാമെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്. ഒരു കരാറിലെത്താൻ ഇനിയും സമയമുണ്ടെന്നും എന്നാൽ ഇറാൻ കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്നും ട്രംപ് ഊന്നി പറയുന്നു. കരാറിലെ പ്രധാന വ്യവസ്ഥ ഇറാൻ ഒരിക്കലും അണവായുധങ്ങൾ നിർമ്മിക്കരുത് എന്നതാണെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കി. അതേസമയം ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദവും അമേരിക്ക ശക്തമാക്കുകയാണ്. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് ഇന്നലെ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഒരു രാജ്യത്തിനും നിലവിൽ തീരുവ പ്രഖ്യാപിച്ചിട്ടില്ല. മരുന്ന്, അരി, തേയില, പഞ്ചസാര, പഴങ്ങൾ, പച്ചക്കറികൾ, ഊർജ്ജോൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കും വ്യാപാര കരാറുള്ള രാജ്യങ്ങൾക്കും ഇളവ് US നൽകുന്നുണ്ട്. അനധികൃത എണ്ണക്കടത്തിന്റെ പേരിൽ ഇറാനുമായി ബന്ധമുള്ള 15 സ്ഥാപനങ്ങൾക്കും 14 കപ്പലുകൾക്കും US ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.